മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിൻ്റെ ഇഷ്യൂസ് കാരണം മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ലൈഫ് കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ് അവർ വീണ്ടും ഒന്നാകുകയാണ്. കമലേശ്വരത്താണെങ്കിൽ കരുണയും ദുർഗയും മേഘനുമാണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ണൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടാവും എന്ന് കരുതി ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇത് മുൻകൂട്ടി അറിയാവുന്ന അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, നീ മഹിയെ തള്ളി കളഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി നിൻ്റെ വീട്ടിലുള്ളവർ ഇപ്പോൾ സന്തോഷിക്കുകയായിരിക്കും. എന്തായാലും അവർ കുറച്ചുകൂടി ഒന്ന് സന്തോഷിക്കട്ടെ. നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഡിന്നറൊക്കെ കഴിച്ചിട്ട് നീ രാത്രിയായിട്ട് മഹിയും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെന്നാൽ മതി. അതുവരെ അവർ സന്തോഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഇതേ സമയം ദുർഗ വിളിക്കുമ്പോൾ അനന്തു ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ മഹിയെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി. അവളെ പിഴച്ചവളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ അവളെ പറപ്പിച്ചു എന്നെല്ലാം അനന്തു പറയുന്നത് കേട്ട് ദുർഗ അനന്തുവിനോട് പുറമേ വിഷമത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ ദുർഗയുടെ മനസ്സ്. അങ്ങനെ അത് ഉറപ്പിക്കുകയാണ്, മഹാലക്ഷ്മിയെ കണ്ണൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് തന്നെ. തുടർന്ന് പായസം വെച്ചും പടക്കം പൊട്ടിച്ചും ഈ സന്തോഷ വാർത്ത ആഘോഷിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കരുണയിൽ നിന്നും ഇതറിയുന്ന പ്രതാപനും മുത്തശ്ശിയുമാണെങ്കിലും ഇത് കേട്ട് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ മോഹിനിയാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഹൃദയം തകർന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശേഷം തൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചു, അവളിപ്പോൾ എവിടെയാണ് എന്നൊന്നും അറിയാതെ ആദ്യയോടുകൂടി മോഹിനി മഹിയെ വിളിച്ചു നോക്കുന്നുണ്ട്. അമ്മയുടെ കോള് കിട്ടുന്നതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. തുടർന്ന് മഹിയുടെ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുമ്പോൾ മോഹിനിക്കും ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ആവുന്നുണ്ട്. തുടർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം മോഹിനി മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. മോളെ കണ്ണൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി എന്ന് വിശ്വസിച്ച് കരുണയുടെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ അതുപോലെ തന്നെ കണ്ണൻ്റെ വീട്ടിലുമൊക്കെ ഗംഭീരമായിട്ടുള്ള ആഘോഷം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അവരൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിക്കട്ടെ. അതിന് പക്ഷെ അധികം ആയുസ്സൊന്നും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. കണ്ണൻ മോളെയും കൂട്ടി കമലേശ്വരത്ത് തിരിച്ചു എത്തുമ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കാനുള്ളതല്ലേ അവർക്ക് എന്നെല്ലാം മോഹിനി പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. പിന്നീട് കണ്ണനും മഹിയും അനന്തുവിൻ്റെയും ലേഖയുടെയും കൂടെ ബീച്ചിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പിരിമുറുക്കങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് മഹി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മഹി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ണനാണെങ്കിലും മഹിയുടെ കളിചിരിയും സന്തോഷവും എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിലും സാഗർ എന്തായാലും ഇത്തവണ അവനെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. വേഗം തന്നെ അവൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഗറിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും സാഗറിനെ കിട്ടുന്നില്ല കേട്ടോ. ഇതേ സമയം ദുർഗയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, കണ്ണൻ മഹാലക്ഷ്മി ആട്ടിയിറക്കി വിട്ടു എന്നല്ലേ അനന്ത് പറഞ്ഞത്, എങ്കിൽ പിന്നെ അവൾ കരുണയുടെ വീട്ടിലേക്കോ ഇങ്ങോട്ടോ വരേണ്ടതല്ലേ, സാഗറിനെ വിളിച്ചു നോക്കിയിട്ട് അവനെയും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അവളെ എന്തൊക്കെ പറഞ്ഞാലും ആത്മാഭിമാനമുള്ള കൂട്ടത്തിലാണ്. എൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവളെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ആട്ടിയിറക്കും എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇവിടേക്ക് വന്നാലും അവൾക്ക് രക്ഷയില്ല എന്നുള്ള കാര്യവും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ആത്മഹത്യ ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കരുണയുടെ വാക്കുകൾ കേട്ട് മേഘനും മഞ്ജുവും ദുർഗയും ഒക്കെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എല്ലാവരും പായസമൊക്കെ കുടിച്ച് മതിമറന്ന് തന്നെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ പായസമൊക്കെ ഉണ്ടാക്കി പ്രതാപിനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. മഹിയുടെ പടിയിറക്കം അവരും നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയും അനന്തുവിൻ്റെയും ലേഖയുടെയും കൂടെ ഡിന്നറൊക്കെ കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് കണ്ണൻ പറയുന്നുണ്ട്, അനന്തു പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഇയാൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി എന്ന് പറഞ്ഞ് കുറേ പേര് എൻ്റെ വീട്ടിൽ കാത്തിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, അവർ മതിമറന്ന് ആഘോഷിക്കട്ടാ. ആ സമയത്ത് നിങ്ങൾ അവിടെ കയറി ചെല്ലണം. നിങ്ങളെ ഒരുമിച്ച് കണ്ട് അവരുടെ ഹാർട്ട് എങ്ങാനും നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അത്രയ്ക്കല്ലേ നിങ്ങൾ വേറെ പിരിഞ്ഞ് കാണാനായിട്ട് നിൻ്റെ വീട്ടിലുള്ളവർ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. ഏതായാലും ഡിന്നറൊക്കെ കഴിഞ്ഞ് രാത്രി കമലേശ്വരത്ത് മഹിയെയും കൊണ്ട് എത്തുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം മേഘൻ്റെ നേതൃത്വത്തിൽ അവിടെ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ കണ്ണൻ മഹിയെയും കൊണ്ട് കമലേശ്വരത്ത് എത്തുന്നത്. അങ്ങനെ കണ്ണൻ മഹിയെയും കൂട്ടി തിരിച്ചു വരുന്ന ആ കാഴ്ച കണ്ട് തകർന്ന് തരിപ്പണായിട്ട് പോകുന്നുണ്ട് കരുണയും ദുർഗയും മേഘനും മഞ്ജുവും എല്ലാം. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്